എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്രഭാതമാണ് ഈ കാണുന്നത്. കുറേ ദിവസമായി കേട്ടോ ഞാനിങ്ങനെ പ്രഭാതം എടുക്കാനായിട്ടൊക്കെ വന്നിട്ട്. അപ്പം ഞാൻ എത്തിയപ്പോഴേക്ക് കുറച്ച് സൂര്യൻ അങ്ങ് ഉദിച്ചു ഉയർന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് താമസിച്ചൊക്കെയാണ് നേരം വെളുക്കുന്നത്, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പം ഞാൻ ഇന്ന് പെട്ടെന്ന് നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത ശേഷം ഒരു 3 സവാള ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വഴറ്റി എടുക്കാനുള്ളത്. അതിനുശേഷം ഞാനിവിടെ ഒരു 10-12 കാഷ്നട്ട് ഡയറക്റ്റ് തന്നെ അതിലേക്ക് ഇട്ട ശേഷം എല്ലാം ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റം അല്ലേ ഇത്. അപ്പോൾ ഞാൻ കസൂരി മേത്തി 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വഴറ്റുന്നതിൽ തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടത്. കസൂരി മേത്തി എന്ന് പറയുമ്പം ഉലുവയില ഉണക്കിയതാണ് കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഇതിന്. അപ്പോൾ ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയ ശേഷം ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്കിതൊന്ന് അടിച്ചെടുക്കാനുള്ളത്. അപ്പം ഞാൻ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാണ് കേട്ടോ. ഒരു പരന്ന പ്ലേറ്റിലാക്കി മാറ്റി വെച്ചാലും പെട്ടെന്ന് തണുത്ത് കിട്ടും. പിന്നെ ഞാൻ ഒരു ബ്ലെൻഡറിൻ്റെ അടപ്പെടുത്തു. അപ്പോൾ എൻ്റെത് നല്ലതുപോലെ തണുത്തിട്ടൊന്നുമില്ല, കാരണം എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഈ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഇത് ഇതുപോലെ ഒന്ന് അടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് കാണിച്ചില്ലേ, ആഗാരയുടെ പേഴ്സണൽ ബ്ലെൻഡറാണ്. അപ്പോൾ എന്തെങ്കിലും എനിക്ക് പുതിയത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നാൾ അതിലായിരിക്കും പാചകം. എൻ്റെ കയ്യിൽ വേറെ ഉണ്ടെങ്കിലും അത് പുതിയത് ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് അരഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. ഈ പരുവത്തിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളത് ബട്ടർ പനീർ കാണിച്ചിട്ടുണ്ട്, അതിലൊന്ന് വ്യത്യസ്തമാണ് ഇത്. എന്നിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം ബട്ടർ അതേ പാനിൽ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്യിക്കുകയാണ്. അതിനുശേഷം 400 ഗ്രാമിൻ്റെ പനീറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഈ ഒരു ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്. അതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ട അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബട്ടറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതായത് ആ ബട്ടറും പനീറും ആയിട്ട് ഒന്ന് ബ്ലെൻഡായി വരണം കേട്ടോ. അപ്പോൾ നല്ലൊരു റോസ്റ്റായി വന്നിട്ടുണ്ട്. ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിരിക്കുന്നതുണ്ട്. ഈ സമയത്ത് നമുക്ക് പനീർ ഈ പാനിൽ നിന്നൊന്ന് മാറ്റണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. പിന്നെ അധിക ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ബട്ടർ ബാക്കി ഉള്ളതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം കേട്ടോ. അരിച്ചെടുക്കുക ഒന്നും വേണ്ട, ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം, കാരണം ഈ മസാലക്കൂട്ട് തെറിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പെരിഞ്ജീരകപ്പൊടി ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാനുള്ളത്. പൊടികളുടെ ആ ഒരു കട്ടയൊന്നും ഇതിനുള്ളിൽ വരാത്ത രീതിയിൽ, ആ ഒരു പച്ചച്ചോവ മാറത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാനിവിടെ 3/4 കപ്പ് പാലാണ്, ഫ്രഷ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ആ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ പാലും ഈ മസാല എല്ലാം കൂടി ഒന്ന് വഴണ്ടി വരെയാണ്. അപ്പം ഞാൻ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് ലൂസായി പോരുത്, കുറച്ച് തിക്ക് വേണം കേട്ടോ ഇതിന്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫ്രഷ് ക്രീം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ ചേർക്കുമ്പോൾ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ബട്ടർ പനീർ അല്ലേ, അപ്പം ബട്ടർ വേണം, അതുപോലെ തന്നെ ഫ്രഷ് ക്രീം വേണം, കസൂരി മേത്തി വേണം, ഇതൊക്കെ വേണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീറുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ആയാലും അല്ലെങ്കിൽ നാനിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇളക്കിയിട്ട് നല്ല ഒരു തിള വരണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് പനീർ ഇഷ്ടമുള്ളവരുണ്ടെന്ന് ഒന്ന് പറയേട്ടാ. അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം രാവിലെ തന്നെ ഞാൻ കുഞ്ഞിനെ ഒന്ന് ഒരുക്കി എടുക്കുകയാണ്. അവളിങ്ങനെ മിണ്ടാതിരുന്ന് തരുന്നുണ്ട് കേട്ടാ. എനിക്കൊന്ന് ഈ ടാറ്റ പോകാനൊക്കെ ഇഷ്ടമുള്ള ഒരു ആളാണെന്ന് തോന്നുന്നു. നമുക്ക് ആ ഒരു പ്രകൃതം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ.
ഇപ്പം ഞങ്ങൾ പോണത് മോളുടെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള 3 ദിവസം അവരുടെ ക്ലിനിക്കിൽ പോയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിവിടെ നമ്മുടെ കവടിയാറിൽ ജവഹർനഗറിലാണ്, ഗോൾഫ് ലിങ്സിന് അടുത്താണ് ഇവരുടെ ക്ലിനിക്ക്. അപ്പൊ അടുത്ത് തന്നെയാണ്. അപ്പൊ ഞങ്ങള് എടുത്ത സ്ലോട്ട് എന്ന് പറഞ്ഞാൽ രാവിലെയുള്ള സ്ലോട്ടാണ് കേട്ടോ. അപ്പൊ എപ്പോഴും ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റിനൊക്കെ നല്ലത് രാവിലെ തന്നെ അല്ലേ. അങ്ങനെ ഇപ്പൊ ഞങ്ങള് അങ്ങോട്ടേക്കാണ് പോകാനായിട്ട് പോകുന്നത്. അപ്പൊ രാവിലെ ആവുമ്പോഴേക്ക് അധികം തിരക്കുണ്ടാവത്തില്ല. പിന്നെ ഇതുപോലെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന കുട്ടികൾക്ക് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വേദുവെള്ളത്തിന്റെയും അതൊക്കെ കൊടുക്കുന്നതൊക്കെ ആണെങ്കിലും രാവിലെയാണ് എപ്പോഴും നല്ലതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാനായാലും ഈ രാവിലെയുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ് നടത്തിയിരുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മളിതാ പോവാണ്. കുറെ ദിവസം കൂടിയിട്ട് മോള് ആദ്യമായിട്ട് കൊണ്ടിറങ്ങണതല്ലേ, അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടാ. അപ്പൊ എന്റെ കയ്യിലിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ നോക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അവൾക്കും യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളതാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതാ കണ്ടോ, വെളിയിൽ വശത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട് അവൾക്ക്. എന്നാൽ ഇത് എങ്ങോട്ടേക്കാണ് പോണത് എന്നൊക്കെ ഉള്ള ഒരു ആശ്ചര്യമായിരിക്കാം. പൊതുവെ കൊച്ചു മക്കൾക്ക് ഇങ്ങനെയാണ് അല്ലെ. നമ്മള് വിചാരിക്കും നമ്മള് വീട്ടിൽ കൊണ്ടിരിക്കുമ്പോ അവർ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷെ ഒരുക്കി എടുത്ത് ഇതുപോലെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഇപ്പൊ നമ്മള് അവരുടെ ക്ലിനിക്കിലെത്തി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് അധിക ദൂരമൊന്നുമില്ല ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. അപ്പം ഇതാണ് അവരുടെ ക്ലിനിക്ക്. അപ്പൊ ഇനിയിപ്പം ഉള്ളത് ഈ മോള് ട്രീറ്റ്മെന്റ് എടുക്കണ അത്ര നേരം വരെ കുഞ്ഞിനെ കരയിക്കാതെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം എനിക്ക് ഉറപ്പാണ് അവള് അങ്ങനെ കരയില്ല എന്നുള്ള, കരയും പക്ഷെ അത് കരച്ചിലൊക്കെ മാറ്റാനുള്ള ട്രിക്കൊക്കെ എനിക്കറിയാം. അങ്ങനെ ചഞ്ചല് വന്ന് നോക്കാണ്, മോള് കരയത്തില്ലല്ലോ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിക്കണത്. ഞാൻ പറയും അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ഞാനും സലുവും കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം ഇവര് ട്രീറ്റ്മെന്റിനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു മോള് ധൈര്യമായിട്ട് പൊക്കോ, ഞാനല്ലേ ഇവിടെ ഉള്ളതെന്നൊക്കെ അവൾക്ക് കൊടുത്തു. അവൾക്ക് ചെറിയൊരു പേടിയില്ലാതില്ല ഇവള് കരയോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഇവര് നടത്തുന്ന ട്രീറ്റ്മെന്റ്. ശിരോധാര, പിന്നെ ഇതുപോലെ സ്റ്റീം ബാത്ത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ക്ലിനിക്ക് വരേണ്ടത്. അങ്ങനെ ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് നേരം ആയി കേട്ടോ. ഞാൻ പിന്നെ ഇടയ്ക്ക് സലൂനെയും കൊണ്ട് വെളിയിൽ കാറിലൊക്കെ ചെന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. എന്തായാലും ഒരു 3 മണിക്കൂർ അടുപ്പിച്ചോളം ആയിരുന്നു ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ നടത്തിയിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അൽഹംദുലില്ലാ അവള് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പം നാളെ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ വരണം. ചഞ്ചൽ അവിടെ നിന്ന് ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അപ്പം മോളാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഇപ്പൊ ഇത്രയും നേരമായില്ലേ, അപ്പൊ ഇനിയിപ്പൊ പാല് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ ഉണ്ട് പാവം ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഉറങ്ങുമ്പോ നമുക്ക് വിളിക്കാനേ തോന്നില്ല. പക്ഷെ അങ്ങനെയല്ല, ഉണർത്തി തന്നെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണം. കാരണം കുറച്ചു നേരം ആയില്ലേ. അവർക്ക് ഇപ്പം മോളെ സംബന്ധിച്ച് ഇപ്പം മുലപ്പാല് മാത്രമാണ് കൊടുക്കുന്നത്, വേറൊന്നും കൊടുക്കാറില്ല. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് എത്തി. അപ്പൊ ഞാൻ മോളുടെ അടുത്ത് വണ്ടിയിരുന്ന് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ അവള് പറയണം ഭയങ്കര സുഖമാണ് ഉമ്മിയ, നല്ല എന്തു പറയാൻ, ഇങ്ങനെ ഉറക്കം വരും. അതുപോലെ തന്നെ ഈ എന്താ പറയുന്ന ശിരോധാര ആ സംഭവമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സുഖമാണെന്നൊക്കെയാണ് അവള് പറയുന്നത് കേട്ടോ. അപ്പം അവളുടെ സന്തോഷമാണല്ലോ എന്തായാലും നമ്മളുടെയും ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ വീട്ടിലെത്തിയപ്പോഴേക്ക് ഞാൻ പറഞ്ഞു ഇനിയിപ്പോ മോളെ എന്തായാലും ഒന്ന് കുളിപ്പിച്ച് എടുത്ത് കൊണ്ടുവന്നിട്ട്, ഒന്ന് കുളിപ്പിച്ചാന്ന് വെച്ചാൽ രാവിലെ തല കുളിപ്പിക്കും, ഇപ്പം ഒന്ന് പുറം കഴുകി എടുക്കത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കുഞ്ഞിന്റെ പുറമൊക്കെ കഴുകി സെറ്റപ്പാക്കി കൊണ്ട് കിടത്തിയ ശേഷമാണ് ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചെടികളെല്ലാം വാടി തളർന്നു ഇരിക്കുന്നത്. നമ്മള് മനുഷ്യരെ പോലെ തന്നെയാണ് അവരും കേട്ടോ. സമയത്ത് അതിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പരിഭവവും തളർച്ചയും ക്ഷീണവും ഒക്കെയാണ്. ഇപ്പം ഒന്നാമത് നമുക്കേ ചൂട്, അപ്പൊ പിന്നെ ഈ ചെടികളുടെ കാര്യം പറയണ്ടല്ലോ. എന്നാലും കുറേയൊക്കെ വാടിക്കരിഞ്ഞു പോയി കേട്ടോ. കൃത്യമായിട്ടുള്ള ആ ഒരു സംരക്ഷണമൊന്നും കിട്ടാതെ വന്നതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ആ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. എല്ലാം ഒന്ന് വെള്ളം, സാധാരണ ഇതുപോലെ വെള്ളം ഒഴിച്ച് കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ചെറുതായിട്ട് ഉഷാറൊക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ മെയിനായിട്ട് ഞാൻ നോക്കണ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കറിവേപ്പിലാണ് കേട്ടാ. കറിവേപ്പില എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ കുറേ ചെടികൾ നമ്മുടെ അവിടെ പാറയുടെ അവിടെ ഉണ്ടായിരുന്നതൊക്കെ സാറിക്ക് പറഞ്ഞ പാറയുടെ അടുത്തായതുകൊണ്ട് ചിലപ്പം ചൂട് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് അതിനെയൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ വരാന്തയിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ മാറ്റങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരുത്തിക്കും കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴേക്കും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ചെടികളെല്ലാം വാടി നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പോഴേക്ക് വെള്ളം ശരിക്കും കിട്ടാഞ്ഞിട്ടാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പോയി ചെടിയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു.
പിന്നെ അത് കഴിഞ്ഞപ്പോഴേ ഇപ്പം നമുക്ക് പൊതുവെ നല്ല ചൂടല്ലേ, നമുക്കേ ചൂട് സഹിക്കുന്നില്ല, പിന്നെ ചെടികളുടെ കാര്യം പറയാനുണ്ട്. അപ്പൊ പഴയതുപോലെ ഒരു പ്രോപ്പർ രീതിയിലൊന്നും നോക്കാനൊന്നും എനിക്കിപ്പം കഴിയുന്നില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രമാണ് ഇത്ര ചൂടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ ഏത് നാടാണെന്ന് എഴുതിയിട്ട് പറയട്ടെ ചൂട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇപ്പൊ ഇനിയും ചൂട് കൂടും എന്നൊക്കെയാണ് പറയണത്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട് പേപ്പറിൽ ഞാൻ വായിക്കുകയും ചെയ്തു കേട്ടോ. 11 മണി മുതൽ 3 മണി വരെയൊന്നും ആരും പുറത്തൊന്നും ഇറങ്ങരുത്, സൂര്യാഘാതം ഏൽക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ശരിയാണ് കേട്ടാ. എൻ്റെ അനിയത്തിയുടെ കയ്യിലൊക്കെ നല്ല പൊള്ളലൊക്കെ വന്നിട്ടുണ്ട്. അവൾക്ക് ചെടികളൊക്കെ നനയ്ക്കാൻ പോയത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ ചൂടും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇനിയിപ്പം മോൾക്ക് ഇന്നിപ്പം അവിടെ പോയുള്ള ട്രീറ്റ്മെന്റിൽ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ ലാസ്റ്റ് 3 days അവരുടെ ക്ലിനിക്കിൽ പോയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യണത്. ഇനി 2 ദിവസം കൂടിയുണ്ട്. ഞാൻ മോളുടെ അടുത്ത് ചോദിച്ചപ്പം അവള് പറഞ്ഞു അടിപൊളിയാണ്, കാരണം ഈ ശിരോധാര എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ അവിടെ ചെന്നാലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് 3 days കുറച്ച് ടൈം എടുക്കും. അത് ഇന്നത്തതുപോലെ ആയിരിക്കില്ല, നാളെ മറ്റന്നാളാവുമ്പോഴേക്കും അതിനേക്കാളും ടൈം എടുക്കും. അങ്ങനെയാണ് അവരുടെ ട്രീറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ആരണ്ട് കമന്റ് എഴുതിയിരുന്ന ശ്രദ്ധിച്ചായിരുന്ന ഇതൊക്കെ കാണുമ്പോ ഒന്ന് പ്രസവിക്കാൻ തോന്നുന്നു എന്നൊക്കെയാണ് പറയണത്. എന്തായാലും അതൊക്കെ ശരി തന്നെയാണ് കേട്ടോ. കാരണം ഇത്രയും നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പം ശരിക്കും പ്രസവിച്ച് കിടന്നാല് നല്ല കാര്യമാണ്. ട്രീറ്റ്മെന്റ് കിട്ടല്ലേ. പിന്നെ നമ്മളുടെ ഇവിടെ എടുത്തു കഴിഞ്ഞാല് രാത്രി ഉണ്ടല്ലോ, നമ്മുടെ സനമോളാണെങ്കിൽ രാത്രി ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ഇരിക്കും. പകല് അവള് ഉറങ്ങും, എന്നാലും ഭയങ്കര ഒരു ഡീപ്പ് സ്ലീപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറെ ചിണുങ്ങും, അങ്ങനെയൊക്കെ ഉള്ളു. ഒരു കള്ളക്കരച്ചിലെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ തന്നെ. അപ്പൊ നമ്മള് കയ്യിലൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴേക്കൊക്കെ അങ്ങ് കരച്ചിലൊക്കെ മാറിക്കിട്ടും. എനിക്കാണെങ്കിൽ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഈ മക്കള് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് തന്നെ പോയി എടുത്ത് അവരാ കരച്ചില് മാറ്റണം. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാത്രി മിക്കവാറും കരയുന്ന ദിവസങ്ങൾ ഉള്ള ദിവസങ്ങളിലാണ് രാത്രി ഭയങ്കര കരച്ചിലാണ്. ആരും ഇല്ലാത്ത ദിവസങ്ങളിൽ അവള് സുഖമായിട്ട് കിടന്നുറങ്ങും കേട്ടോ. കാരണം രാത്രി അവള് രാത്രി എന്ന് പറഞ്ഞ ഒരു 3:30 മണി 3:45 മണി വരെ ഉറങ്ങാതെ ഇങ്ങനെ ഞാൻ എന്നും ഇപ്പൊ രാത്രി അവളെ ഒന്ന് പുറം കഴുകിച്ച് നല്ലോണം ഒന്ന് പൊതിഞ്ഞൊക്കെ വെച്ചിട്ടൊക്കെയാണ് കിടത്തണത്. എങ്കിലും ഈ പറഞ്ഞ മാതിരി ഭയങ്കര പൂർണ്ണമായിട്ട് അങ്ങ് കരച്ചിലങ്ങ് പോവത്തും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ നിലവിലുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് പെട്ടെന്ന് എല്ലാം റെഡിയാക്കണം. അപ്പൊ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ എന്ന് തന്നെ പറയാൻ പറ്റും നാടൻ കറികളാണ് ഉണ്ടാക്കാൻ പോണത്. എല്ലാം ഇൻഷാ അല്ലാഹ് വഴിയെ വരുന്നതാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ ദാസ. ഇല്ല അതെന്തെന്നറിയോ, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞ മാതിരി 2 കൈകളല്ലേ ഉള്ളൂ. അപ്പൊ ചോദിക്കും പണിക്കാരെങ്കിലും വച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. അതിനൊക്കെ എനിക്ക് ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്താലും ശരിയാവും, അതാണ് മറ്റൊരു വസ്തുത. അപ്പൊ ഇതൊക്കെയാണ്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ വളവളവളാന്ന് പറയും, നിസ്സാരക്കേടെന്ന് വഴക്ക് പറയും. അപ്പൊ ഞാൻ നേരെ കിച്ചണിലേക്ക് പോട്ടെ. നമുക്കിനി ബാക്കി കുക്കിങ്ങിൽ അവിടെ കാണാം. അപ്പൊ ഇന്നിപ്പൊ ഞാൻ ഉള്ളിപ്പൂവാണ് കേട്ടോ. നിങ്ങളിൽ എത്ര പേര് ഉള്ളിപ്പൂ കൊണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കും എന്ന് പറയണം കേട്ടോ. അപ്പം ഉള്ളിപ്പൂ ഇപ്പം കുറച്ച് കൂടുതലായിട്ട് ഞാനിങ്ങനെ മാർക്കറ്റിൽ കാണാറുണ്ട്. ഉള്ളിപ്പൂ വളരെ നല്ലതാണെന്ന് എല്ലാവരും പറയും. അപ്പൊ ഞാൻ ഉള്ളിപ്പൂ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറേ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിപ്പൂവൊക്കെ നമ്മൾ തോരൻ വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ടില്ല, അത് പെട്ടെന്ന് ചുരുങ്ങിപ്പോവും. അങ്ങനെ ഞാൻ ആ ഉള്ളിത്തണ്ടെല്ലാം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇന്നിപ്പോൾ ഉള്ളിത്തണ്ട് മാത്രം വച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അത് നമ്മളുടെ എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. എന്ത് വെജിറ്റബിൾ കറിയാണെങ്കിലും തോരനാണെങ്കിലും ഒക്കെ നമ്മളത് ചൂടോടുകൂടി കഴിക്കണം. പിന്നെ ഞാൻ പടവലങ്ങ എടുത്ത്, അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പടവല ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ പടവലം ഞാനൊന്ന് പീൽ ചെയ്ത് അതിൻ്റെ ഉള്ളിലെ ആ ഒരു കുരുവും ആ ഒരു സ്പോഞ്ച് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതെല്ലാം മാറ്റിയ ശേഷം നന്നായിട്ട് കഴുകി കൊണ്ടുവന്നു.
എന്നിട്ട് നമ്മൾ ഈ ഉള്ളിപ്പൂ അരിഞ്ഞതുപോലെ തന്നെ ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പടവലത്തിന്റെ കേസും ഇത് തന്നെയാണ്. നമ്മൾ കുറച്ച് കൂടുതൽ എടുത്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ആവത്തുള്ളൂ. അപ്പം ഇതിപ്പോൾ ഉള്ളിത്തണ്ട് ഉള്ളത് കൊണ്ട് ആ ഉള്ളിത്തണ്ട് ഈ പടവലവും കൂടി ആവുമ്പോൾ കറക്റ്റ് ആയിരിക്കും. പടവലവും ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്. നിങ്ങൾ എത്ര പേർക്ക് പടവലം വെച്ചിട്ടുള്ള കറികൾ ഇഷ്ടമുള്ളവരുണ്ടെന്നൊന്ന് പറയട്ടെ. ആദ്യമൊന്നും എനിക്ക് അങ്ങനെ പടവലത്തിനോട് വലിയ പ്രിയമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം അതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് അരിഞ്ഞ് മാറ്റി വെച്ച ശേഷം ഒരു ഉണ്ട വെളുത്തുള്ളി ഉണ്ട്, ഒരു 5-6 അല്ലി വരും, അതിനെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും ചെറിയ ജീരകവും പിന്നെ വറ്റൽമുളകും കൂടി ഒന്ന് പൊട്ടിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പടവലവും ഉള്ളിത്തണ്ടും ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണ് പടവലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാവും ഉള്ളിത്തണ്ടും. ഒരുപാട് നേരം വേവിച്ച് നമ്മൾ അതിന്റെ ഗുണം നഷ്ടപ്പെടുത്താൻ പാടില്ല. പിന്നെ ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്കിതൊന്ന് റെഡിയാക്കാം. അപ്പൊ ഈ സമയം ഞാൻ മീന് ഒന്ന് മസാല പുരട്ടി എടുക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ടാണ് ഇപ്പം മീൻ ഞാൻ ഇതാ മിക്സ് ചെയ്തെടുത്തത്. നല്ല നെയ്മീനാണ് കേട്ടോ ഇത്. അപ്പോൾ അത് മാറ്റി വെച്ച ശേഷം ഞാൻ ദാ വീണ്ടും നമ്മളുടെ പടവലം അടപ്പൊന്ന് മാറ്റിയിട്ട് എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് അതിൻ്റെ കളർ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത്. വീണ്ടും ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. കുറച്ചുകൂടി ഒന്ന് വേകണം. ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ ഇത് അടപ്പ് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇന്നിപ്പം തോരനായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇതുപോലെ കൈപ്പിടിയിലാണ് എടുത്തത് കേട്ടാ. ഒരു 2 കൈപ്പിടി ഇതുപോലെ എടുത്തിട്ട് കൊടുക്കാണ്. അത് അല്ലാതെ ഞാനിപ്പോൾ മിക്സിയിൽ അരച്ചിട്ടൊന്നുമല്ല എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരൻ തന്നെയാണ്, വളരെ ഹെൽത്തിയും കൂടിയാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പൊ തേങ്ങ വേണ്ടെന്നുള്ളവർക്ക് അത് മാറ്റിയിട്ട് മസാല മാത്രം വെച്ചിട്ടും റെഡിയാക്കി എടുക്കാം. വീണ്ടും ഞാനൊരു 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചു. 1 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇപ്പൊ എൻ്റെ ഈ ചട്ടിയിൽ നിന്ന് പുക വരുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. പുതിയ ചട്ടിയാണ് കേട്ടോ. ഇന്നാളൊരു ദിവസം കാണിച്ചില്ലേ, അവിടെ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ ഇപ്രാവശ്യം എന്തോ പുക വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മളുടെ അടിപൊളി തോരൻ ഇവിടെ റെഡി ആയപ്പോഴേക്ക് ചോറും റെഡി ആയിരുന്നു. അപ്പൊ ഞാൻ ചോറൊന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോറുണ്ടാക്കുന്ന വീഡിയോയൊക്കെ ഒരുപാട് പേര് കമന്റ്സിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് ട്രൈ ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ അതിന്റെ ലിങ്ക് ഇടുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. വേഗം ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പൊ ഇനി ഒരു കറി വേണമല്ലോ. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കാണ്. ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഒരു 4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്, ക്യുമിൻ സീഡും, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പാകത്തിനുള്ള ഉപ്പ്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഇവിടെ അരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. എന്നിട്ട് എല്ലാം ചേർത്തിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാണ് ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇട്ടെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ആ എണ്ണയും അരപ്പും എല്ലാം കൂടി മിക്സ് ആവത്തക്ക രീതിയിൽ ഇളക്കിയ ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ചു കൊടുക്കും. ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഇത് ഒഴിച്ചു കറിയാണ്. അപ്പൊ അത് ചൂടാകാൻ മാത്രമേ പാടുള്ളൂ. തിളച്ചു കഴിഞ്ഞാൽ അത് പിരിഞ്ഞതുപോലെ ഇരിക്കും, ടേസ്റ്റും ഉണ്ടാകത്തില്ല. അപ്പൊ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാണ്. പിന്നെ തിള വരുന്നതിന് ജസ്റ്റ് മുമ്പ് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴേക്ക് നമ്മളുടെ അടിപൊളി ഒഴിച്ചു കറിയും റെഡിയാണ്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ഒഴിച്ചു കറി ഇഷ്ടമുള്ളവരുണ്ട്, ഈ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കണത്. പിന്നെ ഞാൻ മീൻ പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം
നമ്മളുടെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ടെടുക്കുമ്പോഴേക്ക് ഇന്നത്തെ നമ്മളുടെ ഉച്ചയൂണിനുള്ള മെനു റെഡിയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണാണ്. എന്നാൽ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഹെൽത്തിയാണ്. കുറച്ച് വെളുത്തുള്ളി എലിയും കൂടി ഞാൻ ചതച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഏത് കറിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നമുക്ക് നല്ല റെസിപ്പിയോ അടിപൊളി വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.